സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ മൊഡ്യൂളിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഡേറ്റാസ് ആണ്. നമുക്ക് ഡേറ്റാസ് പലതരത്തിലുണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഡേറ്റാസ്. നമുക്ക് ഡേറ്റാസിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡേറ്റ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടൈപ്സ് ഓഫ് ഡേറ്റ ആണ് ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ എന്താണ് ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് നോക്കാം. നമുക്ക് മെയിൻലി ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. അതായത് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡേറ്റ. സോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു സ്ട്രക്ചറിങ് ഫോർമാറ്റ് കാണും. അതിനൊരു തന്നിട്ടുള്ള ഒരു ഫോർമാറ്റ് കാണും. ആ ഫോർമാറ്റിലായിരിക്കും ഡേറ്റാസ് അറേഞ്ച് ചെയ്യുന്നത്. സെമി സ്ട്രക്ചേർഡ് എന്നായിരിക്കും എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡും അല്ല എന്നാൽ സ്ട്രക്ചേർഡും ആണ്. ഒരു മിക്സ്ചർ ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും സെമി സ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് ആയിരിക്കുമല്ലോ, ഒരു പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് കാണാത്ത ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കും ആ അൺസ്ട്രക്ചേർഡ് ഡേറ്റാസിന് ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ നോക്കിക്കേ, ഇതാണ് സ്ട്രക്ചർ ഡേറ്റ. സ്ട്രക്ചർ ഡേറ്റ കണ്ടോ, നമ്മളൊരു കോയിൻ അടിക്കുകയും ഒരു സ്ട്രക്ചർ ഫോർമാറ്റില്ല. നമുക്ക് ഇതിന് എന്തെന്ന് പറയാം, ഒരു സിലിണ്ടർ ഷേപ്പ് എന്ന് പറയാം. നമുക്കിങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്ട്രക്ചർ ഡേറ്റ ആയിരിക്കും. ഇപ്പോൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, സർക്കിൾ, അതൊക്കെ ഒരു ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഇന്ന ഷേപ്പാണ്. സോ ഇറ്റ് ഈസ് സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. സോ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് നോക്കിയാൽ അൺസ്ട്രക്ചേർഡിൽ വരുമ്പോൾ സർക്കിൾ വരും, സ്ക്വയർ, അങ്ങനത്തെ ഡേറ്റാസ്. അതായത് ട്വിറ്റർ, അതേപോലെ മെസ്സേജിങ് ആപ്സ്, ക്രോം, ഇതൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റാസിൽ വരുന്നതാണ്. മെസ്സേജസ് കാര്യങ്ങളൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റാസിൽ വരും. നെക്സ്റ്റ് വരുന്നത് സെമി സ്ട്രക്ചേർഡ്. സെമി സ്ട്രക്ചേർഡ് നോക്കിക്കേ, സെമി സ്ട്രക്ചേർഡിൽ വരുമ്പോൾ കണ്ടോ, ഒരു സെമി സ്ട്രക്ചേർഡിൽ സ്ട്രക്ചറിങ് ചിലപ്പോൾ കാണാം. കാരണം അവർ ചിലപ്പോൾ സ്ട്രക്ചറിങ് കാണാം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും കാണാം, അതേപോലെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും കാണാം. അതായിരിക്കും സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വന്ന സ്ട്രക്ചേർഡ് ഡേറ്റ. സ്ട്രക്ചേർഡ് ഡേറ്റ റിപ്രസെൻറ്റഡ് ഇൻ എ സ്ട്രിക്റ്റ് ഫോർമാറ്റ്. അതിൻ്റെ സ്ട്രിക്റ്റ് ഫോർമാറ്റ് കാണും. ആ സ്ട്രിക്റ്റ് ഫോർമാറ്റിലായിരിക്കും ഡേറ്റാസ് റിപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ ടു എ ഫോർമാറ്റഡ് റെസ്പോസിറ്ററി ദാറ്റ് ഈസ് ടിപ്പിക്കലി എ ഡേറ്റാബേസ്. അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസിലായിരിക്കും. ഇറ്റ് കൺസേൺസ് ഓൾ ഡേറ്റ വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് SQL ഇൻ എ ടേബിൾ വിത്ത് റോസ് ആൻഡ് കോളംസ്. സോ ഇതിൽ എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഫോർമാറ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസ്. ആ ഡേറ്റാബേസ് ഒരു SQL ആയിരിക്കും. അതായത് SQL ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. ഡേറ്റാബേസസ് ഒക്കെ SQL ലാംഗ്വേജിലേക്ക് സ്റ്റോർ ചെയ്യുക. അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും SQLന്. അതാണ് SQL. ഈ SQL നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഈ SQL ലാംഗ്വേജിൽ ടേബിൾ വിത്ത് റോസ് ആൻഡ് കോളം, റോസും കോളംസും ഉള്ള ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഈ സ്ട്രക്ചേർഡ് ഡേറ്റാസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. എക്സാമ്പിൾ റിലേഷണൽ ഡേറ്റ. റിലേഷണൽ ഡേറ്റ നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഇനി പറയും എന്താണ് റിലേഷണൽ ഡേറ്റ. ഓക്കെ, സോ ഇതാണ് സ്ട്രക്ചേർഡ് ഡേറ്റ. ഇനി നമുക്ക് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ നോക്കാം. സെമി സ്ട്രക്ചേർഡ് ഡേറ്റയിൽ വന്നിട്ട് ഇൻഫോർമേഷൻ ദാറ്റ് ഡസ് നോട്ട് റിസൈഡ് ഇൻ എ റിലേഷണൽ ഡേറ്റാബേസ്. അതായത് റിലേഷണൽ ഡേറ്റാബേസിലായിരിക്കത്തില്ല ഇൻഫോർമേഷൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദേ ഹാവ് സം ഓർഗനൈസേഷൻ പക്ഷേ അവർക്ക് ചില ഓർഗനൈസേഷണൽ പ്രോപ്പർട്ടിയും കാണും. അവരൊരു ഫോർമാറ്റഡ് ആയിട്ടുള്ള ടേബിളിലോ അല്ലെങ്കിൽ ഒരു റിലേഷണൽ ഡേറ്റാബേസിലായിരിക്കത്തില്ല, പക്ഷേ അതിന് എന്ത് കാണും, ഒരു ഓർഗനൈസേഷണൽ പ്രോപ്പർട്ടി കാണും. ദാറ്റ് മാക്സ് ഇസ് ഈസിയർ ടു, അത് എന്ത് ചെയ്യും, ഈ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളും ആയിരിക്കും അങ്ങനെ ഒരു ഓർഗനൈസേഷണൽ പ്രോപ്പർട്ടി അതിനുണ്ടെങ്കിൽ. So with some process you can store them in a relation database. So അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് സെമി സ്ട്രക്ചേർഡ് എക്സിസ്റ്റ് ടു ഈസ് സ്പേസ്. സ്പേസ് ഈസി ചെയ്യാനുള്ള ഈ സ്പേസ് സെമി സ്ട്രക്ചറിന് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ടു ഈ സ്പേസ്. എക്സാമ്പിളാണ് XML ഡേറ്റ. സോ നമുക്കിനി നെക്സ്റ്റ് ഡേറ്റാബേസ് നോക്കാം. നെക്സ്റ്റ് ഡേറ്റാബേസ് ആണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. സോ എന്താണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ? അൺസ്ട്രക്ചേർഡ് ഡേറ്റ നമ്മൾ പറഞ്ഞു ഇതിന് പെർഫെക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തൊരു ഫോർമാറ്റ് കാണത്തില്ല. അതായത് ഒരു പ്രത്യേകിച്ചൊരു സ്ട്രക്ചറിങ് കാണത്തില്ല ആ ഒരു ഡേറ്റാബേസിന്. ദ ഡേറ്റ വിച്ച് ഇസ് നോട്ട് ഓർഗനൈസ്ഡ് ഇൻ എ പ്രീ ഡിഫൈൻഡ് മാനർ. അതുകൊണ്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു മാനർ താണ്ടില്ല. ഓർ ഡസ് നോട്ട് ഹാവ് എ പ്രീ ഡിഫൈൻഡ് ഡേറ്റ മോഡൽ. ഒരു റിലേഷണൽ ഡേറ്റ മോഡലാണ്. ഏത് ഡേറ്റ മോഡലാണെന്ന് അവർ തന്നിട്ടുണ്ടാകത്തില്ല. അതുപോലെ ഏത് മാനറിൽ അത് ഓർഗനൈസ് ചെയ്യണമെന്നും തന്നിട്ടില്ല. Thus it is good fit for a mainstream relational database. So അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന മെയിൻസ്ട്രീം റിലേഷണൽ ഡേറ്റാബേസിനായിരിക്കും. There are alternative platforms for storing and managing. It is increasingly prevalent in IT systems and is used by organizations in a variety of business intelligence and analytics applications. Example ആണ് Word, PDF, text, media logs, etc. നമുക്ക് വേർഡിൽ ടേബിൾ വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. വേർഡിൽ എന്ത് വേണോ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ PDF ഫയൽ ഇമേജസ് വരാം. അതിന് സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. ടെക്സ്റ്റ്, മീഡിയ ലോഗ്സ്, ഇതിനൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റാസ് ആയിരിക്കും ഈ എല്ലാ പറഞ്ഞിരിക്കുന്ന ഡേറ്റാബേസിലും സ്റ്റോർ ചെയ്യുക. സോ ഇതാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 3 ഡേറ്റാബേസ്: സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്. ഓക്കെ, 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്.
what are the different types of data and define among each other എന്ന് ചോദിക്കാനാണ്. അപ്പോൾ നമുക്ക് ഫിഗർ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതാണ് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. ഓക്കെ, ഇപ്പോൾ ഈ സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡിൻ്റെ ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെമി സ്ട്രക്ചേർഡ് ആൻഡ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഒക്കെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. ഈ ടേബിൾ പറഞ്ഞിട്ടുണ്ട് ഫോർമാറ്റ് ടൈപ്പ് സ്ട്രക്ചേർഡിലാണെങ്കിൽ അതെന്തായിരിക്കും, റിലേഷണൽ ഡേറ്റാബേസ് ആയിരിക്കും. സെമി സ്ട്രക്ചേർഡിലാണെങ്കിൽ HTML അങ്ങനത്തെ ആയിരിക്കും. അൺസ്ട്രക്ചേർഡിലാണെങ്കിൽ ബൈനറി, ക്യാരക്ടർ ഒക്കെ ആയിരിക്കും. വെർഷൻ മാനേജ്മെന്റ് വന്നിട്ട് റോസ് ആൻഡ് കോളംസ് ആയിരിക്കും സ്ട്രക്ചേർഡിൽ. നോട്ടസ്, റോസ് ആൻഡ് ഗ്രാഫ് ആയിരിക്കും മെയിൻലി സെമി സ്ട്രക്ചേർഡിൽ. ഹോൾ ഡേറ്റ, അൺസ്ട്രക്ചേർഡിൽ നമുക്ക് ഹോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റേഷൻ സ്ട്രക്ചേർഡ് നമ്മൾ പറഞ്ഞ SQL ഫോമാറ്റ് ആണ്, അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യണത്. സെമി സ്ട്രക്ചേർഡിൽ അനോണിമസ് നോട്ട്സ് ആയിരിക്കും. ഓക്കെ, അതേപോലെ സ്ട്രക്ചേർഡിൽ റോബസ്റ്റ്നെസ് വന്നിട്ട് റോബസ്റ്റ് ആയിരിക്കും സ്ട്രക്ചേർഡിൽ, ലിമിറ്റഡ് റോബസ്റ്റ്നെസ് ആയിരിക്കും സെമി സ്ട്രക്ചേർഡിൽ. സ്റ്റോറേജ് റിക്വയർമെൻറ്റ് ലെസ് ആയിരിക്കും സ്ട്രക്ചേർഡ്, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും സെമി സ്ട്രക്ചേർഡിൽ. പിന്നെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് DBMS ഡേറ്റാബേസ് മാനേജ്മെൻറ്റിൽ അൺസ്ട്രക്ചേർഡ് ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. RDF, ഡേറ്റ വെയർ ഹൗസ്, ഫിനാൻഷ്യൽ ഡേറ്റ, റിലേഷണൽ ടേബിൾസിലൊക്കെ ആപ്ലിക്കബിൾ ആണ് സ്ട്രക്ചേർഡ് ഡേറ്റ. സെമി സ്ട്രക്ചേർഡ് വന്നിട്ട് സെർവർ, ലോഗ്സ്, സെൻസർ ഔട്ട്പുട്ടിലൊക്കെ സെമി സ്ട്രക്ചേർഡ് യൂസ് ചെയ്യാം. അൺസ്ട്രക്ചേർഡിൽ വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ ഫോറംസ്, MRI, അൾട്രാസൗണ്ടിലൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന അൺസ്ട്രക്ചേർഡ് ഫോമാറ്റിലായിരിക്കും. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ സ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡോ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ടേബിൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസിയേഷൻ എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് ഷെയർ ദിസ് വീഡിയോ ടു എവരിവൺ. താങ്ക് യു.